നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ അവസാനത്തെ ഒരു പരീക്ഷണം കൂടി നടത്തിയപ്പോൾ അവിടെയും പരാജയപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന് ജാമ്യമില്ല. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു പ്രതിയാണ്. എന്നാൽ മുരാരി ബാബു ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപേ കട്ടിളപ്പാളികൾ കൊണ്ടുപോകാൻ ഉത്തരവിട്ടിരുന്നതായും അതിനാൽ മുരാരി ബാബുവിന് ഇതിൽ പങ്കില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ വാദം. എന്നാൽ കോടതി ഇത് തള്ളി. മുരാരി ബാബു ചുമതലയിൽ ഉണ്ടായിരിക്കെയാണ് കട്ടിളപ്പാളി കൊണ്ടുപോകാൻ മഹസർ തയ്യാറാക്കിയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ദ്വാരപാലക ശില്പത്തിലെ പാളികൾ കൊണ്ടുപോകേണ്ടത് ഹൈക്കോടതിയുടെ അടക്കം അറിയിക്കേണ്ട ചുമതലയുള്ള ആളായിരുന്നു മുരാരി ബാബു. അതുണ്ടായില്ലെന്നും കോടതി വിലയിരുത്തി. തുടർന്നാണ് പ്രതിയുടെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിയത്. 2019 കാലത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു 1998 ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ കാര്യം അറിയാവുന്ന മുരാരി ബാബു 2019 2024 പാളികൾ ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തി. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് തന്നെ സ്വർണം പൂഷിക്കണമെന്ന് കഴിഞ്ഞ വർഷം ബോർഡിന് ശുപാർശ നൽകിയതും മുരാരി ബാബുവാണ്. വീണ്ടും സ്വർണം തട്ടിയെടുക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു ഇതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അനുമാനം. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ മുരാരി ബാബു 2ാം പ്രതിയും കട്ടിളപ്പടികളിലെ സ്വർണ്ണമോഷണ കേസിൽ 6ാം പ്രതിയുമാണ്. 2 കേസുകളിലും ജാമ്യം ലഭിച്ചില്ല. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും മുരാരി ബാബു പ്രതിയാണ്. ഈ 2 കേസിലും ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. ഗൂഢാലോചനയിൽ അടക്കം പ്രതിക്ക് പങ്കുണ്ടെന്നും ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബോർഡിന്റെ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമായിരുന്നു മുരാരി ബാബുവിന്റെ വാദം. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മുരാരി ബാബു ചുമതലയേൽക്കും മുമ്പ് തന്നെ നടപടികൾ തുടങ്ങിയിരുന്നെന്നും പ്രതിഭാഗം വാദിച്ചു. അതേസമയം പ്രതിയായ മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസുകാർക്കെതിരെ ശുപാർശകളൊന്നുമില്ലാതെയാണ് അന്വേഷണ റിപ്പോർട്ട്. പ്രതി രക്ഷപ്പെടാതെ കടുത്ത കരുതലോടെ കൊണ്ടുപോകണമെന്നായിരുന്നു ജയിൽ വകുപ്പിന്റെ നിർദ്ദേശം. അത് പ്രകാരമാണ് ഒരു കൈയിൽ പ്രതിയുടെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിച്ചത്. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മടങ്ങുമ്പോഴും കൈവിലങ്ങ് ധരിച്ചു. SIT ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും പോലീസുകാർ വിശദീകരിച്ചു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ബോധപൂർവം ചെയ്തതല്ലെന്നാണ് പോലീസുകാരുടെ വിശദീകരണം. AR ക്യാമ്പിലെ ഒരു SIയും 4 പോലീസുകാരുമാണ് വാസുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. പ്രതിയോട് ഒരു കൈയിൽ വിലങ്ങ് ധരിപ്പിക്കുന്ന കാര്യം അറിയിച്ചു. വാസുവിന്റെ അനുമതിയോടെയാണ് കൈവിലങ്ങ് ധരിപ്പിച്ചതെന്നും പോലീസുകാർ പറയുന്നു. സംഭവത്തിൽ AR കമാൻഡന്റാണ് അന്വേഷണം നടത്തുന്നത്. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. കൈവിലങ്ങ് ഏതൊക്കെ പ്രതികൾക്ക് വെക്കണമെന്ന് BNS നിയമത്തിൽ പ്രതിപാദിക്കുന്നതിന് വിരുദ്ധമായ നടപടിയാണിതെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നടപടിയിൽ DGPക്കും അതൃപ്തിയുണ്ട്. പ്രതിയുടെ പ്രായം, ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരെയാണ് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ നിയമകാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കൈവിലങ്ങ് വെച്ചത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം കണ്ഠര് രാജീവരെ, കണ്ഠര് മോഹനരെ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നെന്ന് ഇരുവരും മൊഴി നൽകി. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ മാത്രമാണ് അനുമതി നൽകിയത്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നു അനുവാദം നൽകിയത്. പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നും കണ്ഠര് രാജീവരെ മൊഴി നൽകി. അതേസമയം പ്രാഥമിക വിവരശേഖരണമാണ് നടത്തിയതെന്ന് SIT വ്യക്തമാക്കി. ഇരുവരുടെയും മൊഴി വിശദമായി പരിശോധിക്കും. ശബരിമലയിലെ വാജി വാഹനത്തെക്കുറിച്ചും തന്ത്രിമാരോട് SIT ചോദിച്ചറിഞ്ഞു. വാജി വാഹനം കൈവശം വയ്ക്കാൻ തന്ത്രി കുടുംബത്തിന് അവകാശമുണ്ടെന്നും വാജി വാഹനം സുരക്ഷിതമാണെന്നും അത് തിരിച്ചു നൽകാൻ തയ്യാറാണെന്നും തന്ത്രി രാജീവര് മൊഴി നൽകി. ഇതിന്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നതായും തന്ത്രി പറഞ്ഞതായാണ് വിവരം. ശബരിമലയിലെ പഴയ കൊടിമരം പുതുക്കിയപ്പോൾ പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയിരുന്നു. സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ കൈവശമുള്ള വാജി വാഹനം തിരികെ എടുക്കണമെന്നാവശ്യപ്പെട്ട് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കും തന്ത്രി കത്ത് നൽകിയിരുന്നു. പോറ്റി ആദ്യം അറിയുന്നത് കീശാന്തി എന്ന നിലയിലാണ്. സ്പോൺസർ എന്ന നിലയിലാണ് പരിചയം തുടർന്നെന്നും മൊഴിയിലുണ്ട്. ശബരിമലയിലെ തന്ത്രി കുടുംബവുമായുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പിന് മറയാക്കിയിരുന്നു. കീശാന്തിയുടെ സഹായിയായി എത്തിയ പോറ്റി തന്ത്രി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള
ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ബന്ധം ഉപയോഗിച്ച് പോറ്റി ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട ബെള്ളാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ ചെയ്തതായി തന്ത്രി കണ്ഠര് മഹേഷ് മോഹനനും സ്ഥിരീകരിച്ചിരുന്നു. പോറ്റി വഴിയാണ് 2023 ജൂലൈയിൽ പൂജയ്ക്കായി പോയതെന്നും ബാംഗ്ലൂരിൽ പലയിടത്തും പൂജയ്ക്ക് എത്തിക്കാൻ പോറ്റി ശ്രമം നടത്തിയെന്നും അങ്ങനെയാണ് ഗോവർദ്ധന്റെ വീട്ടിൽ പൂജ ചെയ്യാൻ സമ്മതിച്ചതെന്നും മോഹനന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗോവർദ്ധന്റെ വീട്ടിൽ 2 ദിവസത്തെ പൂജയാണ് നടന്നത്. ഗോവർദ്ധന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ മോഹനന് ദീപം തെളിയിച്ചിരുന്നു. എന്നാൽ പോറ്റിയുടെ ചതികളെ കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം കേസിൽ ദേവസ്വം ബോർഡിനെതിരെ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസു രംഗത്തെത്തി. മുരാരി ബാബു നൽകിയ കത്ത് ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും ഉചിതമായ തീരുമാനമെടുക്കാനാണ് ബോർഡിന് കൈമാറിയതെന്നും വാസു കോടതിയെ അറിയിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ 2ാം പ്രതിയുമായ മുരാരി ബാബു നൽകിയ കത്താണ് കൈമാറിയത്. കത്തിൽ തീരുമാനമെടുത്തത് ബോർഡാണ്. തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് ഇന്നലെ കോടതിയിലെ വാസുവിന്റെ വാദം. അതുകൂടാതെ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന സീസൺ ആരംഭിച്ചതിന് ശേഷമുള്ള ഒരാഴ്ചയിൽ മലമുകളിലെ ശ്രീകോവിലിനടുത്തുള്ള 350 സ്ഥാപനങ്ങൾ പരിശോധിച്ചതായും അവയിൽ 60 എണ്ണത്തിൽ പോരായ്മകൾ കണ്ടെത്തിയതായും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിച്ചു. പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷയും സുരക്ഷയും സംബന്ധിച്ച പോരായ്മകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് തിരുത്തൽ നോട്ടീസ് നൽകിയതായി വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ ശ്രീകോവിലിനടുത്തുള്ള സ്ഥലങ്ങളിലും എരിമേലി പോലുള്ള ഇടനില സ്റ്റേഷനുകളിലും പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും അതിൽ പറയുന്നു. തീർത്ഥാടകരുടെ ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാൻ ഈ സ്ക്വാഡുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാവരോടും അഭ്യർത്ഥിച്ചു. തീർത്ഥാടകർക്ക് പ്രസാദമായി നൽകുന്ന അപ്പത്തിന്റെയും അരവണയുടെയും സുരക്ഷയും ഗുണനിലവാരവും അവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും പരിശോധിക്കുന്നതിനായി സ്ക്വാഡുകൾക്ക് പുറമെ സന്നിധാനത്തും പമ്പയിലും ലാബുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. നിലയ്ക്കലിലും എരിമേലിയിലും ഫുഡ് സേഫ്റ്റി ഓൺ വീൽസ് വാഹനം വഴി ഭക്ഷണ സാമ്പിളുകൾ ശേഖരിച്ച് ഗുണനിലവാരം പരിശോധിക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. പത്തനംതിട്ടയിലെ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിലും ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ലാബിൽ സാമ്പിളുകളുടെ കൂടുതൽ വിശദമായ പരിശോധനയും നടക്കുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. പരിശോധനകൾക്കും പുറമെ ഭക്ഷ്യ സംരംഭകർക്കായി 8 ബോധവൽക്കരണ പരിപാടികളും 2 ലൈസൻസ് രജിസ്ട്രേഷൻ മേളകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ബോധവൽക്കരണ ക്യാമ്പയിനുകളുടെ ഭാഗമായി തീർത്ഥാടകർക്കും ഭക്ഷ്യ സംരംഭകർക്കും ഇടയിൽ 6 ഭാഷകളിലായി ഭക്ഷ്യസുരക്ഷയും സുരക്ഷയും കുറിച്ചുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട്.